അക്ഷാംശ, രേഖാംശ രേഖകളെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൂടെയാണ് ഇത് പോന്നിരിക്കുന്നത്. അപ്പം ഇതിൽ PSC ആവർത്തിച്ച ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭൗമോപരിതലത്തിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൗമോപരിതലത്തിലെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. അപ്പോൾ സമാന്തര രേഖകൾ എന്നറിയപ്പെടുന്നതും അക്ഷാംശ രേഖകളാണ്. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഭൂമധ്യരേഖയാണ്. വലിയ വൃത്തം എന്നറിയപ്പെടുന്നത് ഭൂമധ്യരേഖയാണ്. വലിയ വൃത്തം ഭൂമധ്യരേഖ. അപ്പോൾ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന വൻകരയാണ് ആഫ്രിക്ക. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദ്വീപാണ് ബോർണിയോ ദ്വീപ്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തടാകമാണ് വിക്ടോറിയ തടാകം. അപ്പം ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ എന്നറിയപ്പെടുന്നത്. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക രാജ്യം ബ്രസീലാണ്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന വൻകരയാണ് ആഫ്രിക്ക വൻകര. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യമാണ് ഇന്തോനേഷ്യ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദ്വീപാണ് ബോർണിയോ. ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക തടാകമാണ് വിക്ടോറിയ തടാകം. ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖയാണ് ഭൂമധ്യരേഖ എന്നറിയപ്പെടുന്നത്. അടുത്തടുത്ത രണ്ട് അക്ഷാംശങ്ങൾ തമ്മിലുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് 111 കിലോമീറ്ററാണ്. ആകെ അക്ഷാംശങ്ങളുടെ എണ്ണം 181. ഇനി 90 ഡിഗ്രി വടക്കക്ഷാംശമാണ് ഉത്തരധ്രുവം. 90 ഡിഗ്രി തെക്കക്ഷാംശമാണ് ദക്ഷിണധ്രുവം. ഉത്തരധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയതാണ് റോബർട്ട് പിയറി. ദക്ഷിണധ്രുവത്തിൽ ആദ്യമായി കാലുകുത്തിയതാണ് റൊണാൾഡ് അമുണ്ട്സെൻ. അമുണ്ട്സെനിൻ്റെ പ്രസിദ്ധമായ കൃതിയാണ് ദി സൗത്ത് പോൾ എന്നാണ്. ദ സൗത്ത് പോൾ. വെളുത്ത രാത്രികൾക്ക് പ്രസിദ്ധമായ നഗരമാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ഇനി അടുത്തത് 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശരേഖ അറിയപ്പെടുന്നത് ഉത്തരായന രേഖ എന്നാണ്. 23.5 ഡിഗ്രി തെക്കക്ഷാംശം അറിയപ്പെടുന്നത് ദക്ഷിണായന രേഖ എന്നാണ്. 66 ഡിഗ്രി വടക്കക്ഷാംശരേഖ അറിയപ്പെടുന്നത് ആർട്ടിക് വൃത്തവും 66 ഡിഗ്രി തെക്കക്ഷാംശം അറിയപ്പെടുന്നത് അന്റാർട്ടിക് വൃത്തം എന്നും ആണ്. അപ്പോൾ 23.5 ഡിഗ്രി വടക്കക്ഷാംശം ഉത്തരായന രേഖ, 23.5 ഡിഗ്രി തെക്കക്ഷാംശം വരുന്നത് ദക്ഷിണായന രേഖ, 66 ഡിഗ്രി വടക്ക് അക്ഷാംശ രേഖയാണ് ആർട്ടിക് വൃത്തം, 66 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയാണ് അന്റാർട്ടിക് വൃത്തം. ഇനി എടുത്തു പറയുന്നത് ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് തെക്ക് വടക്കായി വരയ്ക്കുന്നതാണ് രേഖാംശ രേഖകൾ. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ലണ്ടനിലെ ഗ്രീനിച്ച് നഗരത്തിൽ കൂടിയാണ്. അടുത്തടുത്തുള്ള രണ്ട് രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതൽ വരുന്നത് ഭൂമധ്യരേഖയിലാണ്. രണ്ട് രേഖാംശങ്ങൾ തമ്മിലുള്ള അകലം 0 ആകുന്നത് ധ്രുവങ്ങളിലാണ്. ആകെ രേഖാംശ രേഖകളുടെ എണ്ണമാണ് 360. അപ്പം ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും യോജിപ്പിച്ച് തെക്ക് വടക്ക് വരയ്ക്കുന്നതാണ് രേഖാംശ രേഖകൾ. ഒരു സ്ഥലത്തെ സമയം നിർണ്ണയിക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ലണ്ടനിലെ ഗ്രീനിച്ച് പട്ടണത്തിൽ കൂടെയാണ്. ഇനി 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത് ഗ്രീനിച്ച് രേഖ, പ്രൈം മെറിഡിയൻ. അക്ഷാംശ രേഖ അറിയപ്പെടുന്നത് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ആകെ രേഖാംശ രേഖകളുടെ എണ്ണം എന്ന് പറയുന്നത് 360. ആകെ രേഖാംശ രേഖകളുടെ എണ്ണം 360. രാജ്യങ്ങളെ പാശ്ചാത്യം, പൗരസ്ത്യം എന്നിങ്ങനെ രണ്ടായി തിരിക്കുന്നതും രേഖാംശ രേഖകളാണ്. പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 1 ഡിഗ്രി മാറുമ്പോൾ എത്ര മിനിറ്റ് വ്യത്യാസപ്പെടുന്നു? അത് 4 മിനിറ്റിൻ്റെ വ്യത്യാസമാണ് ഉണ്ടാകുന്നത്. 15 ഡിഗ്രി രേഖാംശം മാറുമ്പോൾ പ്രാദേശിക സമയത്തിന് വരുന്ന മാറ്റം എന്നുള്ളത് 1 മണിക്കൂർ വ്യത്യാസമാണ് വരുന്നത്. 1 മണിക്കൂർ വ്യത്യാസം.
ഇതിൽ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാന തലസ്ഥാനമാണ് തിരുവനന്തപുരം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തലസ്ഥാനമാണ് തിരുവനന്തപുരം. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് ബാംഗ്ലൂരു. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന മെട്രോപൊളിറ്റൻ നഗരമാണ് ബാംഗ്ലൂർ. ഇനി ഉത്തരായന രേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് ഉത്തരായന രേഖയോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരമാണ്. ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ ചേരുന്ന ഇടത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഘാന. ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ ചേരുന്നിടത്തുള്ളതാണ് ഘാന. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനമാണ് ക്വിറ്റോ, ഇക്വഡോർ ക്വിറ്റോ. ഭൂമധ്യരേഖയും ഗ്രീനിച്ച് രേഖയും തമ്മിൽ ചേരുന്നതാണ് ഗൾഫ് ഓഫ് ഗിനിയയിലാണ്, ഗൾഫ് ഓഫ് ഗിനിയ. ഇനി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുമ്പിലാണ്? അത് 5.5 മണിക്കൂർ മുമ്പിലാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുമ്പിലാണ്. അപ്പോൾ അരുണാചൽ പ്രദേശും ഗുജറാത്തും തമ്മിൽ 2 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അരുണാചൽ പ്രദേശിൽ സൂര്യൻ ഉദിച്ച ശേഷം 2 മണിക്കൂർ കഴിഞ്ഞാണ് ഗുജറാത്ത് സൂര്യൻ ഉദിക്കുന്നത്. ഏറ്റവും കൂടുതൽ രേഖാംശരേഖകൾ കടന്നുപോകുന്ന വൻകരയാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്ന അന്റാർട്ടിക്ക. അപ്പം ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നുപോകുന്ന രേഖ ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 8 എണ്ണമാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. അപ്പോൾ 82 ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നു പോകുന്നത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നിവയിലുമാണ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്കേയറ്റത്തിന് സമീപത്തുകൂടി കടന്നുപോകുന്ന അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. ഇന്ത്യയുടെ മധ്യത്തുകൂടി കടന്നു പോകുന്നത് ഉത്തരായന രേഖയാണ്. ഉത്തരായന രേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് 8 എണ്ണമാണ്. അത് ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇനി 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നു പോകുന്നത് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പിന്നെ ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവയിലൂടെ ആണ്. ഇനി ഗ്രീനിച്ചിൽ നിന്നും 150 ഡിഗ്രി അകലെയുള്ള രേഖാംശരേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഗ്രീനിച്ചിൽ നിന്ന് 150 ഡിഗ്രി അകലെയുള്ള രേഖാംശരേഖയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ വ്യത്യാസമാണ്. അടുത്തത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്നു പോകുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്കാണ്. ബെറിങ് കടലിടുക്ക്. ഇനി സമയമേഖലകളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഈ ഭൂമിയിൽ ആകെ 24 സമയമേഖലകളാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ സമയമേഖലകൾ വരുന്നത് ഫ്രാൻസിൽ 12 സമയമേഖലകളാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്ത്യയുടെ സമയമേഖലകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയമുള്ള മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ശ്രീലങ്കയാണ്. അപ്പോൾ ഭൂമിയെ ആകെ 24 സമയമേഖലകളായി തരംതിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യമാണ് ഫ്രാൻസ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ സമയമേഖലയുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്ത്യയുടെ സമയമേഖലകളുടെ എണ്ണം എന്ന് പറയുന്നത് 1. ഇന്ത്യയുടെ അതേ സ്റ്റാൻഡേർഡ് സമയം വരുന്ന മറ്റൊരു രാജ്യമാണ് ശ്രീലങ്ക.